തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ വരാന്തരപ്പള്ളി റൂട്ടിൽ വരക്കര പള്ളിക്കടുത്തായാണ് ഈ മനോഹരമായ 3 BHK നിർമ്മിച്ചിട്ടുള്ളത്. നാഷണൽ ഹൈവേയിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലേക്കുള്ള റോഡ് ആക്സസ് 5 മീറ്റർ വീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ആ മനോഹരമായ 3 BHK. 4 സൈഡും കോമ്പൗണ്ട് വാൾ വിത്ത് ഗേറ്റുമായി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. പെർമിറ്റ് പ്രകാരമുള്ള സെറ്റ് ബാക്കുകളും 4 സൈഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെറും 5 സെന്റ് ലാൻഡ് ഏരിയയിൽ 1200 സ്ക്വയർ ഫീറ്റ് സിംഗിൾ സ്റ്റോറി വീട്ടിൽ ഡിഫറൻറ്റ് ലേഔട്ടിലാണ് 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ടോയ്ലറ്റും 1 കോമൺ ടോയ്ലറ്റും അടങ്ങിയ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് വെറും 900 മീറ്റർ മാത്രവും ദേശീയപാതയിലേക്ക് ഏകദേശം 6.5 കിലോമീറ്ററും സ്കൂൾ, ആശുപത്രി, തിയേറ്റർ തുടങ്ങിയ എല്ലാ പ്രധാന സൗകര്യങ്ങളും 3 കിലോമീറ്റർ ചുറ്റളവിൽ ലഭ്യമാണ്. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. സിറ്റൗട്ടിൽ നിന്നും കയറുമ്പോൾ തന്നെ മനോഹരമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ കയറുന്നത്. അവിടെ പൂർണ്ണമായും ഇന്റീരിയറിൽ തീർത്ത മനോഹരമായ ഒരു TV യൂണിറ്റാണ് നിർമ്മിച്ചിട്ടുള്ളത്. 3 പാളിയുടെയും 2 പാളിയുടെയും ജനലുകളാണ് അവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ 1ാമത്തെ ബെഡ്റൂമിൻ്റെ ആക്സസും ലിവിംഗ് സ്പേസിൽ നിന്നാണ്. അടുത്തത് ഡൈനിങ് ഏരിയ പോർഷനാണ്. ഡൈനിങ് ഏരിയയിൽ 4 പാളിയുടെ ജനലുകളാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ 8 സീറ്റ് ഡൈനിങ് സ്പേസ് ഒരുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 2ാമത്തെയും 3ാമത്തെയും മുറികളിലേക്കുള്ള ആക്സസും കിച്ചണിലേക്കുള്ള ആക്സസും ഡൈനിങ് ഏരിയയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി നമുക്ക് ഓരോ റൂമിൻ്റെ ലേഔട്ട് വിശേഷങ്ങളിലേക്ക് പോകാം. 1ാമത്തെ റൂമിൽ 3 പാളിയുടെയും 2 പാളിയുടെയും ജനലുകളാണ് ഭംഗിയായി കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ പോർഷനും അതിനോടടുത്ത് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേഷനും നൽകിയിട്ടുണ്ട്. ടോയ്ലറ്റിൽ ഫുൾ ഹൈറ്റിലാണ് ടൈൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത 2ാമത്തെ റൂമിൻ്റെ ലേഔട്ട് നോക്കുമ്പോൾ അവിടെ 3 പാളിയുടെ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ പോർഷന്റെ തൊട്ടടുത്തായാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകൾക്കും ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ഓരോ ടോയ്ലറ്റും ഡിഫറൻറ്റ് തീമുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് 3ാമത്തെ റൂമിൻ്റെ ലേഔട്ട് വിശേഷങ്ങളിലേക്ക് പോകാം. ഡൈനിങ് ഏരിയ സ്പേസിൽ തന്നെ മനോഹരമായി ഇന്റീരിയർ വർക്കിൽ കംപ്ലീറ്റ് ചെയ്ത വാഷ് ഏരിയ കാണാൻ സാധിക്കും. ഇനി 3ാമത്തെ റൂമിൻ്റെ ലേഔട്ടിലേക്ക് പോകുമ്പോൾ അവിടെ 3 പാളിയുടെയും 2 പാളിയുടെയും ജനലുകളാണ് കാണാൻ സാധിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയയുടെ തൊട്ടടുത്തായാണ് 3ാമത്തെ റൂമിൻ്റെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ഈ ടോയ്ലറ്റിലും ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ഇതും ഒരു ഡിഫറൻറ്റ് തീമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തത് കിച്ചൻ്റെ വിശേഷങ്ങളാണ്. കിച്ചൺ വർക്കിലേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഇന്റീരിയർ വർക്കിൽ തീർത്ത കബോർഡ് വർക്കുകളും കാണാം. അവിടെയും 3 പാളിയുടെ ജനലുകളാണ് നൽകിയിരിക്കുന്നത്. വിശാലമായ ഒരു കിച്ചൺ സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഭംഗിയായി ഒരു മൂലയിൽ തന്നെ സെപ്പറേഷൻ ചെയ്തിട്ടുമുണ്ട്. അടുത്തത് വർക്ക് ഏരിയ പോർഷനാണ്. അവിടെയും ഇന്റീരിയർ വർക്കിൽ തീർത്ത കബോർഡ് വർക്കുകളുമുണ്ട്. അവിടെയും 2 പാളിയുടെ ജനലുകളാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റും ഉള്ളത്. മനോഹരമായി ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേഷൻ നൽകി ഫുൾ ഹൈറ്റിലാണ് ടൈൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു പാടം കാണാം. നല്ല ഭംഗിയുള്ള കാഴ്ച. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല വെളിച്ചവും നല്ല തണുത്ത കാറ്റുമാണ്. ഇതൊരു സിംഗിൾ സ്റ്റോറി സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ടെറസിലേക്കുള്ള ആക്സസ് പുറത്തു നിന്നുമാണ് നൽകിയിരിക്കുന്നത്. വീടിന് പുറകിൽ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്റ്റെയർ കേസ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല മനോഹരമായൊരു ഓപ്പൺ ടെറസ് കാണാം. അതിനോടൊപ്പം തന്നെ ആ ഓപ്പൺ ടെറസിൽ നിന്ന് നോക്കുന്ന വ്യൂവും അതിമനോഹരമായൊരു പാടമാണ്.